ഏതൊരു ബിസിനസ്സിലും പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ, ഒരു ഡിപ്പാർട്ട്മെൻ്റാണ് സെയിൽസ് എന്ന് പറയുന്നത്. എല്ലാ ഓണ്ടർപ്രനറിൻ്റെ വലിയൊരു കൺസേൺ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ട്രെയിനിങ്ങുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നതും സെയിൽസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഒരു 10 കൊല്ലങ്ങൾക്ക് ശേഷം ഇല്ലെങ്കിൽ ഭാവിയിൽ ഒരു ബിസിനസ്സിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനേക്കാൾ പ്രാധാന്യമുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് വേറൊന്നും ഉണ്ടാകും എന്നാണ്. അതിൻ്റെ പേരാണ് കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത്. സെയിൽസിനേക്കാൾ പ്രധാനപ്പെട്ടതായി കസ്റ്റമർ സർവീസ് മാറും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം, ആമസോണാണ് ലോകത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനം. പക്ഷേ ആമസോണിന് സെയിൽസ് ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല എന്നതാണ്. പക്ഷെ അവർക്ക് കസ്റ്റമർ സർവീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, വന്നൊരു കസ്റ്റമറെ തിരികെ വാങ്ങിക്കുകയും വന്നൊരു കസ്റ്റമറിലൂടെ പുതിയ കസ്റ്റമറെ കണ്ടെത്തുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ബിസിനസ് എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് ഏതാണെന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തർക്കമില്ലാതെ പറയും, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ സെയിൽസ്മാനായി മാറുന്നതാണ് ലോകത്തെ ഏറ്റവും മികച്ച ബിസിനസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ കസ്റ്റമർ നിങ്ങളുടെ സെയിൽസ്മാനായി, നിങ്ങളുടെ അംബാസഡറായി, നിങ്ങളുടെ അഡ്വക്കേറ്റായി മാറണമെങ്കിൽ അയാൾക്ക് നല്ല കസ്റ്റമർ സർവീസ് കൊടുക്കണം എന്നതാണ്. ഒരു കസ്റ്റമറെ കൊണ്ടുവരാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ കസ്റ്റമറെ നിലനിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഏത് സ്ഥാപനമാണോ അത് ചെയ്യുന്നത് ആ സ്ഥാപനത്തിന് ഉയർച്ചയുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കസ്റ്റമർ സർവീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങളാണ് നമ്മൾ ഈ കോഴ്സിൽ പഠിക്കാൻ പോകുന്നത്. 1, എന്തുകൊണ്ടാണ് കസ്റ്റമർ റിട്ടൻഷൻ, വന്ന കസ്റ്റമറെ ജീവിതകാലം മുഴുക്ക കൂടെ നിർത്തേണ്ടത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നാണ് നമ്മൾ ഒന്നാമത് നോക്കാൻ പോകുന്നത്. രണ്ടാമത് നോക്കാൻ പോകുന്നത്, ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നതിന് ശേഷം പിന്നീട് എന്തുകൊണ്ടാണ് കസ്റ്റമർ തിരികെ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ വരാത്തത് എന്നതാണ് രണ്ടാമത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും ഒരു കസ്റ്റമർ തിരികെ വരാതിരിക്കുന്നത്? ഇതാണ് നമ്മൾ രണ്ടാമത് പഠിക്കാൻ പോകുന്ന കാര്യം. മൂന്നാമത്തെ കാര്യം, കസ്റ്റമർ സർവീസ് മെച്ചപ്പെടുത്താൻ വേണ്ടി സിമ്പിളായി ഏത് സ്ഥാപനത്തിലും ചെയ്തേക്കാവുന്ന ചില കാര്യങ്ങൾ, ചില ടിപ്സ് നമുക്ക് നോക്കാം. അങ്ങനെ 3 കാര്യങ്ങളാണ് ഈ കോഴ്സിലൂടെ നമ്മൾ കസ്റ്റമർ സർവീസുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോകുന്നത്.